കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ഒരു ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത് നമ്മൾ കണ്ടതാണ്. 240-ലധികം ആളുകളുടെ ദാരുണ മരണത്തിനിടയാക്കിയ ഈ അപകടം വീണ്ടും ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ ദുരന്തത്തിന് വളരെ മുമ്പ് തന്നെ ഈ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നതാണ്. എന്തൊക്കെയാണ് ഈ ആരോപണങ്ങൾ? ആരൊക്കെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്? അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. ബോയിങ്ങിലെ എഞ്ചിനീയറായ സാം സാലേപ്പോർ ഒരു പതിറ്റാണ്ടിലേറെ പരിചയസമ്പത്തുള്ള ആളാണ്. 2024 അദ്ദേഹം ധൈര്യപൂർവ്വം ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ ഘടനാപരമായ സുരക്ഷയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി. വിമാനം നിർമ്മിക്കുന്നതിൽ ബോയിങ് അപകടകരമായ എളുപ്പവഴികൾ സ്വീകരിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സാലേപ്പോർ പറഞ്ഞതനുസരിച്ച് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ശരിയായ രീതിയിൽ ഉറപ്പിക്കാതിരിക്കുകയും ചിലപ്പോൾ തൊഴിലാളികൾ ഭാഗങ്ങൾ നേരെയാക്കാൻ അതിൽ കയറി നിന്ന് ചാടുന്നത് പോലും കണ്ടിരുന്നുവെന്നും അദ്ദേഹം തൻ്റെ വെളിപ്പെടുത്തലിൽ പറയുന്നു. ഈ സുരക്ഷിതമല്ലാത്ത നിർമ്മാണ രീതികൾ കാരണം വളരെ കുറച്ച് യാത്രകൾക്ക് ശേഷം തന്നെ വിമാനം തകരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് ഒരു ഔദ്യോഗിക പരാതിയും നൽകി. എന്നാൽ ബോയിങ് കമ്പനി സാലേപ്പോറിന് ഇരുചെവി അറിയാതെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. സാം സാലേപ്പോർ മാത്രമല്ല, ബോയിങ്ങിൻ്റെ സൗത്ത് കരോലിന പ്ലാന്റിലെ മുൻ ക്വാളിറ്റി മാനേജറായിരുന്ന ജോൺ ബാർണറ്റും ഈ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനറിനെ കുറിച്ച് അദ്ദേഹം ഗുരുതരമായ സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. കമ്പനി തൊഴിലാളികളെ നിലവാരം കുറഞ്ഞ ഭാഗങ്ങൾ ഘടിപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ടെന്നും കൂടാതെ കേടുവന്ന ഭാഗങ്ങൾ പോലും സ്ക്രാപ്പ് ബിന്നുകളിൽ നിന്നെടുത്ത് വിമാനത്തിൽ ഘടിപ്പിക്കുന്നുണ്ടെന്നും ബാർണറ്റ് ആരോപിച്ചു. 787 ഡ്രീം ലൈനറിലുള്ള എമർജൻസി ഓക്സിജൻ സിസ്റ്റത്തിൽ 25% വരെ പറക്കുന്നതിനിടയിൽ തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ജോൺ ബാർണറ്റിൻ്റെ ആരോപണങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവസാനം ബോയിങ് തങ്ങളുടെ പ്ലെയിനുകളിൽ ഉപയോഗിക്കുന്ന 53 ഭാഗങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് FAA പോലും സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു മറുപടിയായി ബോയിങ് തങ്ങളുടെ വിമാനങ്ങൾ സുരക്ഷിതമാണെന്നും മുൻപുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും പരിഹരിച്ചുവെന്നും അവകാശപ്പെടുന്നുണ്ട്. 787 ഡ്രീം ലൈനറിൽ നടത്തിയ വിശദമായ പരിശോധനകളിൽ ഉടനടി സുരക്ഷാ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്നും സാം സാൽപൂറിൻ്റെയും ജോൺ ബാർണറ്റിൻ്റെയും ആരോപണങ്ങൾ വ്യാജമാണെന്നും ബോയിങ് വാദിച്ചു. എന്നാൽ 2018 2019 ഇടയിൽ നടന്ന 2 ബോയിങ് വിമാന അപകടങ്ങൾ, ഒന്ന് ലയൺ എയർ ഫ്ലൈറ്റ് 610 എത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 302 346 പേരുടെ ജീവൻ കവർന്നു. ഈ അപകടങ്ങൾക്ക് കാരണം മാനുവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം അഥവാ MCAS എന്ന സിസ്റ്റത്തിലെ ഒരു തകരാറായിരുന്നു. ഈ അപകടങ്ങളിൽപ്പെട്ട ബോയിങ് വിമാന മോഡലുകൾ പിന്നീട് ലോകമെമ്പാടും ഏകദേശം 2 വർഷത്തോളം പറക്കുന്നത് നിർത്തിവയ്പ്പിച്ചു. ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് 2024 ജനുവരിയിൽ അലാസ്ക എയർലൈൻസിൻ്റെ പുതിയൊരു ബോയിങ് വിമാനത്തിൻ്റെ ഡോർ പ്ലഗ് പറക്കുന്നതിനിടയിൽ ഊരിത്തെറിച്ചു. ഈ ഭയാനകമായ സംഭവം കമ്പനിയുടെ ഗുണനിലവാര നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ തുറന്നു കാട്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ ബോയിങ് കമ്പനിയുടെ ഈ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തിയവരുടെ വിധി വളരെ ദുരൂഹമാണ്. ജോൺ ബാർണറ്റിനെ 2024 മാർച്ച് 9 മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് ഇത് ആത്മഹത്യയാണെന്ന് വിധി എഴുതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ബോയിങ്ങിനെതിരെ താൻ നൽകിയ കേസിൻ്റെ വിചാരണ നടക്കുന്നതിനിടയിലായിരുന്നു എന്നത് വ്യാപകമായ സംശയങ്ങൾക്ക് വഴിയൊരുക്കുകയുണ്ടായി. 2025 ബോയിങ്ങിൻ്റെ ഒരു പ്രധാന വിതരണക്കാരായ സ്പിരിറ്റ് എയറോ സിസ്റ്റത്തിലെ മുൻ ക്വാളിറ്റി ഓഡിറ്ററായിരുന്ന ജോഷുവ ഡീൻ പെട്ടെന്നുള്ള അണുബാധയെ തുടർന്ന് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. അദ്ദേഹവും തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് ബോയിങ്ങിലെയും തൻ്റെ കമ്പനിയായ സ്പിരിറ്റ് എയറോ സിസ്റ്റത്തിലെയും നിർമ്മാണത്തിലെ തകരാറുകളെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ജോഷുവ ഡീനിനെ സ്പിരിറ്റ് എയറോ സിസ്റ്റംസ് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും അതിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. താരതമ്യേന ചെറുപ്പമായിരിക്കെ ആരോഗ്യവാനായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന ജോഷുവയുടെ മരണം കൂടുതൽ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കുമാണ് വഴിയൊരുക്കുന്നത്. സാം സാലേപ്പോർ, ജോൺ ബാർണറ്റ്, ജോഷുവ ഡീൻ എന്നിവരെ പോലുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്ന അതേ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. ഇത് വിമാനങ്ങളുടെ സുരക്ഷയുടെയും കർശനമായ നിർമ്മാണ നിലവാരത്തിൻ്റെയും പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹമ്മദാബാദ് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിച്ച ഈ ധീരരായ വ്യക്തികളുടെ ഓർമ്മകളും മുന്നറിയിപ്പുകളും നമുക്ക് അവഗണിക്കാനാവില്ല.
സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സംഭവങ്ങളെല്ലാം പരസ്പര ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട കാര്യങ്ങളാണോ, അതോ ഒരു വലിയ സിസ്റ്റമിക് പ്രശ്നത്തിൻ്റെ ഭാഗമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.